ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് ഒരു നല്ല തെളിഞ്ഞ ദിവസമാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ആസ് യൂഷ്വൽ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികൾ തുടങ്ങുകയാണ്. ഞാൻ ഇന്ന് ഇഡ്ഡലി ഉണ്ടാക്കണം. ദോശ മോനൊരെണ്ണം ഉണ്ടാക്കി കൊടുക്കണം എന്ന് വിചാരിക്കുന്നു. പിന്നെ വേണ്ടവർക്ക് ഞാൻ ദോശ ഇട്ട് കൊടുക്കും കേട്ടോ. ചിലപ്പോൾ എനിക്ക് സമയമില്ലെങ്കിൽ ഞാൻ ഇഡ്ഡലി കൊടുത്താൽ എല്ലാവരും കഴിച്ചോളൂ. ഇവിടെ അങ്ങനെ ആർക്കും ഭക്ഷണത്തിൽ ഒരു കൃത്രിമോ അങ്ങനെ നിർബന്ധങ്ങളൊന്നുമില്ലേ. ഇപ്പം ഞാൻ എന്ത് കൊടുത്താലും കഴിച്ചോളൂ, അത്രയേ ഉള്ളൂ. അപ്പം മോന് ഒരു ദോശ ഇട്ട് കൊടുക്കുകയാണെന്ന് വെച്ചാൽ അവന് ഭയങ്കര മടിയാണ് കേട്ടോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. പിന്നെ നിർബന്ധിച്ചാൽ കഴിക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഒരു ദോശയും ചുട്ടു. ഞാൻ വൈറ്റ് ചട്നി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു ചട്നിയാണ് വൈറ്റ് ചട്നി, അതുകൊണ്ടാണ് മിക്കവാറും വൈറ്റ് ചട്നി അവിടെ. അത് കഴിച്ചിട്ട് അവൻ ഡ്രസ്സൊക്കെ ചെയ്യാൻ പോയി. അപ്പോഴേക്കും ഞാൻ ഇന്ന് ലഞ്ചിന് വേണ്ടി എല്ലാവർക്കും ഞാൻ എഗ് ബിരിയാണിയും സാലഡുമാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അവൻ്റെ ലഞ്ചൊക്കെ പാക്ക് ചെയ്ത് വെച്ചു. തൈര് സാലഡാണ്, തൈര് പച്ചമുളകൊക്കെ ഇട്ടിട്ട് സവാള ഇട്ടിട്ട്. അതിനുശേഷം എനിക്കൊരു ഒന്ന് വെസ്റ്റ് സൈഡിൽ പോകണമായിരുന്നു. എന്താ വെച്ചാൽ ഞാൻ ലാസ്റ്റ് വീക്കിൽ പോയപ്പോൾ ഒരു ഐറ്റം വാങ്ങിച്ചതിൽ അത് ഡാമേജ്ഡ് ആയിരുന്നു. അപ്പോൾ ഞാൻ അത് തിരിച്ച് കൊണ്ടുപോയി കൊടുത്തിട്ട് അതിന് പകരം എടുക്കാനായിട്ടാണ് വന്നത്. അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചിരുന്നു ഞാൻ എക്സ്ട്രാ ഇവിടെ നിന്നൊന്നും വാങ്ങിക്കില്ല എന്നൊക്കെ വിചാരിച്ചിരുന്നു. എന്നിട്ട് ഞാൻ 1-2 ഐറ്റം മേടിച്ചു. എന്നാലും അത്ര സാധനങ്ങളൊന്നും ഞാൻ വാങ്ങിച്ചില്ല കേട്ടോ, ആവശ്യത്തിന് മാത്രം. അപ്പോൾ ഞാൻ അങ്ങനെ ഒന്ന് അവിടെ ഇവിടെയൊക്കെ ചുറ്റി നടന്നതിന് ശേഷം ഞാൻ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഒരു സെക്ഷൻ ഉണ്ട്. അപ്പോൾ വെസ്റ്റ് സൈഡ് ആണെങ്കിലും സൂഡിയോ ആണെങ്കിലും മാക്സ് ആണെങ്കിലും റിലയൻസ് ട്രെൻഡ്സ് ആണെങ്കിലും എന്താണെങ്കിലും ഞാൻ മെയിനായിട്ട് പോകുന്നത് ഈ ഓർണമെൻറ്റ് സെക്ഷനിലേക്കാണ് കേട്ടോ. കമ്മൽ, മാല, ബ്രേസ്ലെറ്റ് അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ കയ്യിലൊരു ഹ്യൂജ് കളക്ഷനുണ്ട് കേട്ടോ. അതിൻ്റെയൊക്കെ ഒത്തിരി വർഷങ്ങളൊക്കെ മുമ്പ് തന്നെ മേടിച്ചിട്ടുള്ള ഐറ്റംസൊക്കെ ഉണ്ട്. ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. എനിക്കതൊക്കെ ഇടാൻ വലിയ ഇഷ്ടമാണേ, അതുകൊണ്ടാണ്. അപ്പോൾ ഇപ്പോഴും ഞാൻ പോയി, പക്ഷെ ഒന്നും വാങ്ങിച്ചില്ല. എന്താ വെച്ചാൽ ഞാൻ ലാസ്റ്റ് വീക്കിൽ 1-2 ഐറ്റം വാങ്ങിച്ചിരുന്നു. പിന്നെ ഞാൻ നേരെ പോയത് മാർക്കറ്റിലേക്കാണ്. എന്താ വെച്ചാൽ വീട്ടിൽ വെജിറ്റബിൾസ് ഒക്കെ തീർന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഒത്തിരി വെജിറ്റബിൾസ് കഴിക്കും. ഞങ്ങൾക്ക് എന്നും വെജിറ്റബിൾസ്, ഒരു കറിയും ഒരു തോരനോ മെഴുക്ക് പുരട്ടിയോ വേണം, അങ്ങനെ നിർബന്ധമുണ്ട്. അപ്പോൾ പിന്നെ വെജിറ്റബിൾസ് ഇല്ലാണ്ട് ഒരു കാര്യം നടക്കില്ല. കുറച്ചൊക്കെ ഞാൻ പറമ്പിൽ നിന്നൊക്കെ എടുക്കും കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ തൽക്കാലം കുറച്ച് കടച്ചക്ക വാങ്ങിച്ചു. പിന്നെ അച്ചിങ്ങ, ബീൻസ്, പടവലങ്ങ, വെള്ളരിക്ക, മത്തങ്ങ, അങ്ങനെ കുറേ വെജിറ്റബിൾസ് മേടിച്ചു. പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു കടയിൽ കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു, അപ്പോൾ അതും വാങ്ങിച്ചു. അങ്ങനെ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും നല്ല മഴ പെയ്തു കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഉച്ച വരെ വെയിലായിരുന്നു. പിന്നെ അങ്ങ് മഴ പെയ്തു. വീട്ടിലെത്തി, മേലൊക്കെ കഴുകി വിളക്കൊക്കെ കത്തിച്ചു. അപ്പോഴേക്കും കുട്ടികളുടെ കാര്യങ്ങളൊക്കെ പിന്നെ നോക്കേണ്ട സമയമായി. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വിചാരിച്ചു ഞാൻ എന്തൊക്കെയാണ് കൊണ്ടുവന്നതെന്നൊന്ന് കാണിക്കാമെന്ന് വെച്ചിട്ടാണ് 2-3 ഫ്ലവർ വാസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. ഒക്കെ 1000-ൻ്റെ ഇടയിൽ 500-ൻ്റെ ഇടയിലൊക്കെ കേട്ടോ. പിന്നെ നമ്മൾ ചായയൊക്കെ അരിക്കണ 2 അരിപ്പയും, പിന്നെ മോന് വേണ്ടിയിട്ട് 2 ഷർട്ട് വാങ്ങിച്ചു. ഓരോന്നിനും 999 വെച്ചിട്ടാണ് കേട്ടോ വില. അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ദിവസം. അതോടെ കഴിഞ്ഞു. ഞങ്ങൾ ഡിന്നറും കഴിച്ചു, അതോടെ കഴിഞ്ഞു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.